ഞാൻ ഏണിക്കര തങ്കപ്പൻ. പാർട്ടിയിൽ എന്നെ സ്നേഹമുള്ളവർ നേതാവേ എന്ന് വിളിക്കും. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം 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 ഞാൻ തന്നെയാണ്. നമ്മുടെ ഞാൻ ഗോത്രത്ത് ഗോമതി. ഗോത്തുരുത്തു അഖിലേന്ത്യാ മഹിളാ വിഭാഗത്തിന്റെ സെക്രട്ടറിയാണ്. ഓ ദേ, കാര്യങ്ങൾ ഒരു ഇടനിലക്കാരനായി മുത്തു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ചടങ്ങിലേക്ക് കിടക്കാം. ചടങ്ങോ? എന്ത് ചടങ്ങ്? ഞങ്ങളുടെ മഹിളാ വിഭാഗത്തിന്റെ കരുത്തായ സാരഥിക്ക് ഞങ്ങളൊരു ആദരവൊക്കെ തന്ന് സ്വീകരിക്കും. ഇപ്പം മുത്തു വീഡിയോ എടുക്കാൻ നല്ല സൂമിൽ അങ്ങോട്ട് എടുക്കണം. എന്റെ കൊച്ചമ്മേരെ പടം പത്രത്തിലും ദൃശ്യമാധ്യമത്തിലൊക്കെ അങ്ങനെ തിളങ്ങി അതാണ്. ലീഡറെ അങ്ങോട്ട് അണീക്ക്. അല്ല, ഒരു മിനിറ്റ് പറ്റേ ഒരൊറ്റ മിനിറ്റ്. എനിക്കേ അതെ, ഈ ചടങ്ങൊക്കെ നമുക്ക് നടത്താം. പക്ഷെ അതിനുമുമ്പ് എനിക്കൊരു ഒന്ന് രണ്ട് സംശയങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ. സംശയം പാർട്ടിയെ കുറിച്ചാണെങ്കിൽ അതിന് പ്രത്യേക പാർട്ടി ക്ലാസ് ഉണ്ടാവും. അവിടെ വന്ന ക്ലാസ് ഒക്കെ അങ്ങോട്ട് ഞങ്ങൾ തന്നു കഴിയുമ്പോഴേ ഈ സംശയമൊക്കെ അങ്ങോട്ട് തീരും. അതെ. അല്ല, അപ്പൊ എണിക്കരുടെ കുടുംബമൊക്കെ? 2 ആൺമക്കളാണ്, 2 പേരും വിദേശത്താണ്. ഇപ്പോഴത്തെ ഭാര്യ എന്റെ വീട്ടിലുണ്ട്. 2 പേരും കല്യാണം കഴിച്ചു അവിടെ തന്നെ സെറ്റിലായി. പക്ഷെ അവന്മാരിപ്പോ നാട്ടിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. അവരുടെ ശല്യം കൂടെ ഇവിടെ സഹിക്കേണ്ട കാര്യമില്ല. അല്ല, ഗോതുരത്തിന്റെ മക്കളോ? അത് ഈ ലീഡർ പറഞ്ഞ പോലെ തന്നെ ഏകദേശം എന്റെ കുടുംബം. 2 സുന്ദരികളായ 2 പെമ്മക്കളാ. 2 പേരെ നല്ല കിണ്ണോട്ടാ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. നല്ല ആഘോഷമായിട്ട് കല്യാണം നടത്തി. അവർക്ക് സർക്കാർ ജോലിയും കിട്ടി നല്ല നല്ല ജീവിക്കില്ലയോ അങ്ങോട്ട്. സർക്കാർ ജോലി ഇതുകൊണ്ടാന്നറിയാമോ ചേച്ചി? എന്റെ സഹകരണവും ആ പ്രവർത്തനമൊക്കെ കൊണ്ട് പാർട്ടി എനിക്ക് തന്നതാ. സുഹാസിനി ചേച്ചി തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങ് സാധിച്ചേക്കാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മഹിളാ വിഭാഗത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് ഏതാന്ന് വെച്ചാൽ ചോദിച്ചോ. നമ്മളൊക്കെ തരത്തില്ലേ? അല്ലെങ്കിൽ 2 പോസ്റ്റ് ഞാൻ അങ്ങോട്ട് തരും. ചേച്ചി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് പറഞ്ഞാൽ മതി. അതെ കൊച്ചമ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഇപ്പൊ ഫിക്സ് ചെയ്ത് പോയാൽ എല്ലാം ഓക്കെ. പറഞ്ഞു കൊടുക്കും മുത്തുകുട്ടാ. എനിക്കിപ്പോ ഈ സ്ഥാനമാനങ്ങളൊന്നും അല്ല അതിനെക്കുറിച്ചുള്ള സംസാരമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മോഹങ്ങളോ ഒന്നും അല്ല. എനിക്കറിയാനുള്ളത് നമ്മുടെ പാർട്ടിയുടെ നയപരിപാടികൾ എന്തൊക്കെയാ? പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്ക്. ഞാൻ എന്തെന്ന് പറയാ, നിങ്ങളല്ലേ പറയേണ്ടത്. പറഞ്ഞു കൊടുക്ക ലീഡറെ അങ്ങോട്ട്. കിണിച്ചോണ്ടിരിക്കാതെ ഞാൻ പറയാലോ, എനിക്കറിയാലോ. പറഞ്ഞു കൊടുക്ക അങ്ങോട്ട്. അങ്ങനെ പ്രത്യേകിച്ച് നയപരിപാടിയൊന്നുമില്ല. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിനിടയിൽ കയറി ചെന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇതൊക്കെ സ്ഥിരം ഡയലോഗ് അല്ലേ എന്റെ ദൈവം? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ പാർട്ടിയുടെ നയപരിപാടിയിൽ ഇതിനൊക്കെ എന്തോ ഇരിക്കുന്ന കാര്യം. കൊച്ചമ്മ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. ഇതാണ് വേണ്ടത്. ഇതാണ് നേതാവിന് വേണ്ടത്. കൊച്ചമ്മ അവര് കുറെ സ്ഥാനമാനങ്ങൾ തരാന്ന് പറഞ്ഞു. കൊച്ചമ്മ എന്ത് സ്ഥാനമാനമാണ് വേണ്ടതൊക്കെ ചോദിച്ചാൽ മതി. അത് മാത്രല്ല, ഇദ്ദേഹത്തിന് ഡൽഹിയിൽ പോകേണ്ട സമയം ഒരുപാടായി. ഡൽഹിയിൽ പോകാനുള്ളതാ. ചോദിക്കണം കൊച്ചമ്മ. അല്ല, അപ്പൊ ഏണിക്കര പാർട്ടിയിൽ എന്താ പറഞ്ഞേ? ഞാൻ സംസ്ഥാന സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ മഹിളാ വിഭാഗം അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ 2 പോസ്റ്റും എനിക്ക് ഇനി തന്നാ മതി. കൊടുത്താ മതി. 2 സ്ഥാനമല്ലേ ഉള്ളൂ, അങ്ങ് കൊടുത്തേരെ. എന്താ ഒന്നും മിണ്ടാത്തേ? ഈ 2 സ്ഥാനം എനിക്ക് ഇനി തന്നാല് നിങ്ങളിപ്പോ ഏതാണ്ടോ പറഞ്ഞല്ലോ, കൊണ്ടുവന്നെന്നോ ആദരിക്കാൻ പോകുന്നെന്നോ ചടങ്ങ് നടത്താൻ പോകുന്നെന്നോ അതെല്ലാം നമുക്ക് നടത്തുകയും ചെയ്യാം. ഒരു വീഡിയോയും എടുക്കാം. മൊബൈലോട് വീഡിയോ എടുക്കാം. അതങ്ങനെ ശരിയാവും. ഞാൻ വീഡിയോ എടുത്താൽ ശരിയാവും. അങ്ങനെ ഇപ്പൊ വേണ്ട. എന്റെ സ്ഥാനം അങ്ങനെ ഞാൻ ഒഴിഞ്ഞെടുത്തില്ല. പാടെ കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന എന്റെ ഹസാര വേണം പോലെ ഞാൻ അങ്ങനെ ആർക്കും എന്റെ ഹസാര വിട്ടു കൊടുക്കത്തില്ല. ആരും ചേച്ചി, എന്നാൽ ഇത് ഇത്തിരി കടുത്ത അത്യാഗ്രഹമായി പോയി ചേച്ചി. എന്റെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം സെക്രട്ടറി സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത്രേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞ് നിങ്ങൾ 2 പേര് നിങ്ങളുടെ സ്ഥാനം തരത്തില്ല. ഉറപ്പാണല്ലോ. എന്നാ അധികം സമയം കളയാതെ 2 നേതാക്കന്മാരും എത്ര വേഗം സ്ഥലം കാര്യമാക്കിയാട്ടെ. മുത്തു കൊണ്ട് ഇവിടെ വരെ അങ്ങേർക്ക് അങ്ങോട്ട് ഡൽഹി പോകാനുള്ളതാ. അല്ല ഒന്നുകൂടെ. അല്ല വേണ്ട, 1 കൂടണ്ട 2 കൂടണ്ട. അല്ല ഒന്നുകൂടെ വേണ്ടാന്നേ. പോണം. യോഗമില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. ആളിന്റെ പൈസ വെറുതെ പോയി. അപ്പോഴേ മുത്തു നിനക്കുള്ളതേ
വന്നിട്ട് തരാം. ഇപ്പൊ അയാളെ കൊണ്ട് വിട്ടേച്ചു. അവിടെ നിന്നും കിട്ടും ഇവിടെ നിന്നും കിട്ടും. ആ പഴയ പണം. ഒരു APPPP വന്നിരിക്കുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.